നമസ്കാരം, ഞാൻ കണ്ടന വെറുതെ ഒരു ഉപദേശം എന്ന യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങളെ വെൽക്കം ചെയ്യുന്നു. ഇപ്പോൾ കിട്ടിയ വാർത്ത, പേപ്പർ എവിടെ? നല്ല വായനാശീലമുള്ള തട്ടിക്കുട്ടി. വാർത്തകൾ കീറി മുറിക്കപ്പെട്ടിരിക്കുന്നു. വാർത്തകൾ കൊണ്ട പഞ്ഞം. കേളോത്ത്, കുട്ടി, തട്ടി, മംഗലാപുരം. കട്ട്. ആ കുമാര ക്യാമറമാൻ എന്തെങ്കിലും ചെയ്യറോ? ആ സാറ് മലയാളിയായിരുന്നാ? നമ്മളെ ഇവൻ ക്രിസ്തി അങ്ങോട്ട് മംഗളത്തേക്ക് പോയിട്ടുണ്ട്. അവനോട് പറയാം എന്തെങ്കിലും ഫൂട്ടേജ് എടുക്കാൻ. ഞാൻ ചർച്ചക്കുള്ളത് വിളിക്കാം. തങ്കപ്പ, തോരൻ, ലക്ഷ്മൺ, വേമ്പ റെഡിയാവും. ലൈറ്റ്സ് ഓൺ, റെഡി, ക്യാമറ റോളിംഗ്. ക്യാമറ റോളിംഗ്, ആക്ഷൻ. ക്യാമറയുടെ സ്ക്രീൻ ഗാർഡ് പൊട്ടിപ്പോയാ? എക്സ്ക്ലൂസീവ് വാർത്ത. കേരളത്തിലുള്ള കുട്ടിയെ മംഗലാപുരത്തേക്ക് തട്ടിക്കൊണ്ടുപോയി. നമുക്ക് വിശദമായ വാർത്തകളിലേക്ക് ചെല്ലാം. നമ്മുടെ കറസ്പോണ്ടന്റ് ക്രിസ്റ്റി സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഹലോ ക്രിസ്റ്റി, നിങ്ങൾക്ക് കേൾക്കാമോ? ചെറിയൊരു കണക്ഷൻ പ്രോബ്ലം ഉണ്ടെന്ന് തോന്നുന്നു. നമുക്ക് ശരിയാക്കാം. നമുക്ക് ചർച്ചകളിലേക്ക് നടക്കാം. നമ്മോടൊപ്പം ചർച്ചയിൽ ചേരുന്നു പ്രശസ്ത ശിശുതന്ത്രജ്ഞ തോരണി യു മുരുകൻ. കട്ട്. ഓൾറെഡി ഇപ്പം ഇല്ലത് അപ്പുറത്തെ റൂമിൽ കാണും. കണ്ണടിയും പിടിച്ചിരിക്കുന്നുണ്ടാവും. ക്യാമറ കണക്കില്ല, കുറച്ചും കൂടെ പോയിന്റ് ചെയ്തിട്ടുണ്ട്. നമ്മോടൊപ്പം ഓൺലൈനിൽ ചേരുന്നു പ്രഖ്യാത ശിശു തന്ത്രജ്ഞൻ രാജലക്ഷ്മണൻ അവർകൾ. കൂടെ ചേരുന്നു നിരൂപകനും താത്വിക ചിന്തകനുമായ തട്ടുംപുറത്തിൽ തങ്കപ്പൻ. ലക്ഷങ്ങൾ മുതലാക്കിയാണ് വീഡിയോഗ്രാഫി പഠിച്ചിന്. ഇപ്പം ഈ ക്യാമറ കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മീത്തിലോട്ടും കുത്തിലോട്ടും പായലാന്ന് പറഞ്ഞു. വെറുതെ വായിട്ടിളക്കാനുള്ള കഴിവ് ദൈവം എനക്കുന്നില്ലല്ലോ. ലൈൻ കണക്റ്റായെന്ന് തോന്നുന്നു തങ്കപ്പ. ഞാനത് ഖണ്ഡിക്കുന്നു. അതിനിവിടെ ചർച്ച തുടങ്ങിയില്ല തങ്കപ്പ. വളരെ സൗഭാഗ്യം എന്ന് പറഞ്ഞോട്ടെ, ആദ്യമായിട്ട് ക്യാമറക്ക് മുന്നിൽ വരാൻ അദ്ദേഹം സമ്മതിച്ചിട്ടുണ്ട്. ആ ഭാഗ്യം നമ്മുടെ ചാനലിൽ തന്നെ കിട്ടിയിരിക്കുന്നു. വിശ്വവിഖ്യാത ശിശു വിശേഷണൻ വിശ്വരവ്യ സാർ നമസ്കാരം. ശിശുക്കളെ തട്ടിക്കൊണ്ടുപോകൽ ഇക്കാലത്തൊരു അസാധാരണമായ സംഭവമായി തോന്നുന്നു. ശ്രീമതി തോരണി യു മുരുകൻ എന്തു പറയുന്നു? സുഖം, ദൈവം സഹായിച്ചിട്ട് ഇപ്പം എല്ലാ ചാനലും ബുക്കിംഗ് ഉണ്ട്. അതല്ല മാഡം, ശിശുക്കളെ തട്ടിക്കൊണ്ടുപോകുന്നതിന്റെ വിദഗ്ധാഭിപ്രായമാണ് നിങ്ങളോട് ചോദിച്ചത്. അത് ഈ സാരിമെല്ലാം ഛർദിച്ചാകെ മെനക്കേടല്ലേ. അതുകൊണ്ട് സയൻസിന്റെ ഭാഷയിൽ അതിനെ ബർപ്പിംഗ് എന്ന് പറയും. ബർപ്പിംഗ് എന്ന്. മാഡം ഒന്നുകൂടെ ശരിയാവാനുണ്ട്. നമുക്ക് നോക്കാം. ശിശു മന്ത്രജ്ഞൻ രാജലക്ഷ്മൺ അവർകൾ ഇതിനെക്കുറിച്ച് എന്ത് ടിപ്പണിയാണ് തരാനുള്ളത്? അത് വല്ലാത്ത പണിയായിപ്പോയി. ശ്രീമതി തോരണി യു മുരുകൻ മാഡം പറഞ്ഞതിനോട് എനിക്ക് യോജിക്കുന്നില്ല. ബർപ്പിക്കലൊന്നും നടക്കൂല. ഇപ്പോഴത്തെ കുഞ്ഞിനെ ബർപ്പിച്ചാൽ അവർ മട്ടക്കണമെന്ന് വന്നിട്ട് വെച്ച് കീച്ചു. ബർപ്പിക്കലൊന്നും ശരിയാവില്ല. അപ്പോൾ മാഡത്തിന് സംയോജിതവും അപ്രോപ്രിയേറ്റും ആയിട്ടുള്ള കാര്യങ്ങൾ ഈ ബായിൽ മിണ്ടിക്കൂടെ? അപ്പുറം ഇപ്പുറം നോക്കി പറയേണ്ട ആവശ്യമൊന്നും എനിക്കില്ല. ഞാൻ നല്ലോണം പഠിച്ചിട്ടാ പറഞ്ഞിന്. നിങ്ങൾക്ക് പ്രാന്താണ്. എനിക്കൊരു കാര്യം പറയാനുണ്ട്. അതേ ഭ്രാന്തമായ ഒരു അവസ്ഥയിലാണ് നമ്മുടെ ക്രിസ്റ്റി ഉള്ളത്. നമുക്ക് അങ്ങോട്ട് പോകാം. ഹലോ. ഇന്ന് പുലർച്ചെയാണ് ഞാൻ ഇങ്ങോട്ട് വന്നിന്. ക്രിസ്റ്റി ഞാനൊന്ന് തടസ്സപ്പെടുത്തുന്നു. അതിദാരുണമായി ഈ സംഭവം നടന്നത് ഇന്ന് പുലർച്ചെയാണ്. നമ്മുടെ ചാനൽ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ദൃശ്യങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. നൊടിയിടയിൽ ശരവേഗത്തിൽ നമുക്ക് ക്രിസ്റ്റിയിലേക്ക് പോകാം. ഇന്ന് പുലർച്ചെയാണ് ഞാൻ ഇങ്ങോട്ട് വന്നിന്. അപ്പോഴാണ് കുമാരൻ വിളിച്ചിട്ട് പറഞ്ഞത് ബാക്ക്ഗ്രൗണ്ടിൽ കുഞ്ഞ് കളിക്കുന്ന ഒരു ഫുട്ടേജ് എടുത്ത് നിൽക്ക്, ബാക്കി പിന്നെ വിളിച്ച് പറയാമെന്ന്. ഇതിപ്പോൾ കുറച്ച് മുമ്പ് അവിടെ കളിക്കുന്നുണ്ടായി, കൊച്ചക്കൻ കളിക്കുന്നുണ്ടായിന്. ഇപ്പോൾ അവന് വീട്ടിൽ ഉള്ളിലോട്ട് പോയി തോന്നുന്നു. നിങ്ങൾ കാര്യം എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് വാട്സാപ്പ് അയച്ചാൽ ഞാൻ അത് എന്താണെന്ന് നോക്കിയിട്ട് അതുപോലെ ചെയ്യാം. അപ്പോൾ ക്യാമറമാൻ ഇല്ലാതെ സ്പോട്ടിൽ നിന്നും ക്രിസ്റ്റി ഓവറായി പോയി. അപ്പോൾ നമുക്ക് ചർച്ചയിലേക്ക് കിടക്കാം. രാജലക്ഷ്മൺ അവർകൾ ശ്രീ മായും കായും ഇതേ പെണ്ണുമ്പിളെ ഭ്രാന്തനും പൊട്ടനെന്നും വിളിച്ചാണല്ലോ. ഞാൻ വെറുതെ മിണ്ടാണ്ടിരിക്കുകയും ചെയ്യില്ല. പൊളിച്ച ഈത്തോടെ എനിക്കും അറിയാം. അഡ്വാൻസ് മേടിച്ചു പോയി. ഇല്ലെങ്കിൽ പറക്കിച്ചായിട്ട് നേരത്തെ പോയിട്ടുണ്ടായി ഞാൻ.
പറയാനൊരു അവസരം തരൂ. നിങ്ങൾ വെറുതെ കൂക്കി വിളിക്കൊന്നും വേണ്ട. കഴിഞ്ഞ ചർച്ചയ്ക്ക് നിങ്ങൾ എന്തെല്ലോ ബെടായ പറഞ്ഞപ്പോൾ ഞാനൊന്നും പറഞ്ഞിട്ടല്ലോ. അപ്പം നിങ്ങൾ പറഞ്ഞല്ലോ അടുത്ത ചർച്ച ശരിയാക്കാന്ന്. എന്നിട്ടിങ്ങനെ ആവേശം മൂത്തപ്പോൾ പറഞ്ഞു പോയതില്ലേ തോരം. അടുത്ത ചാനൽ ചർച്ചയൊക്കെ ശരിയാക്കാം കേട്ടോ. ഡബിൾ ഓക്കെ. എന്ത് ഡബിൾ ഓക്കെ? മണ്ണാങ്കട്ട. ഇനി നിങ്ങൾ പോകുന്ന ചാനൽ ഞാൻ ചർച്ചയ്ക്ക് വരില്ല. ക്രിസ്റ്റി കണ്ടുപിടിച്ചു. നമ്മുടെ ചാനലിന് എക്സ്ക്ലൂസീവായുള്ള ഫുട്ടേജസ് കിട്ടുന്നുണ്ട്. നമുക്ക് നേരിട്ട് കാണാം. നിങ്ങളുടെ കേരളത്തുള്ള ഒരു കുട്ടിയെ അതിദാരുണമായി തട്ടിക്കൊണ്ടുപോയെന്ന് പറയപ്പെടുന്ന ആ ഒരു വാർത്തയുടെ വിശദാംശങ്ങളെ അതിൻ്റെ വാസ്തവം എന്താണെന്ന് അറിയാനുള്ള ഇതിൽ നമ്മൾ ഒരു കുട്ടിയെ കണ്ടെത്തിയിട്ടുണ്ട്. നമുക്ക് കുട്ടിയുടെ തന്നെ ചോദിക്കാം. കുട്ടിക്ക് എന്ത് പറയാനുള്ളത്? ഓവർ. തങ്കപ്പൻ സാറിന് എന്തോ പറയാനുണ്ട്, നമുക്ക് കേൾക്കാം. അയ്യോ, അത് ഡിലീറ്റ് ആയിപ്പോ. ഈ പിപ്പ നെറ്റ്വർക്ക് പിടിക്കാം. അവിടെ നെറ്റ്വർക്ക് അല്പം ടൈറ്റാണ്. മോനെ, ഇമ്പോസിഷൻ എല്ലാം എഴുതി കഴിഞ്ഞല്ലോ. ഇപ്പോൾ എൻ്റെ ഹോംവർക്ക് ഇപ്പോൾ എത്തിരും. ഈ ചർച്ച കഴിഞ്ഞ മുമ്പേ ഹോംവർക്ക് എത്തിരും കേട്ടോ. മോൻ പോയി കളിച്ചോട്ടാ. വിശ്വവിഖ്യാത ശിശുവിശേഷണൻ ആദ്യമായിട്ട് സംവദിക്കുന്നു. അദ്ദേഹം എന്തോ മുറുക്കി പിടിച്ചിട്ടുണ്ട്. വരൂ, നമുക്കത് കേൾക്കാം. ദ്രാവകമാണോ വാതകമാണോ? ബ്രേക്കില്ല, ഇടവേളയില്ല, നിർത്താതെയുള്ള ഓട്ടം തന്നെ. ക്രിസ്റ്റി അവിടെ ഓടുന്ന ദൃശ്യങ്ങൾ നമുക്ക് കിട്ടിത്തുടങ്ങിയിട്ടുണ്ട്. കാര്യമായിട്ട് എന്തോ തുമ്പ് കിട്ടിക്കാണും. കേരളക്കരയാകെ കോളിളക്കം സൃഷ്ടിച്ച കേരളത്തെ കേസിനെ കുറിച്ച് താങ്കൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ മാഡം? കണ്ടന സാർ, ഈ കേസ് നമുക്കൊന്ന് മാറ്റിപ്പിടിക്കാം. ആ സ്ത്രീ എന്നെ കൊത്തുമെന്നൊക്കെ പറഞ്ഞു. നമുക്ക് ഈ പാനിന്ത് ഞാൻ ഫീൽഡ് വർക്കിന് പോയിട്ടുണ്ട്. ഇതുപോലൊരു അനുഭവം എവിടെ ഉണ്ടായിട്ടില്ല. നമുക്കൊന്ന് കേസ് മാറ്റിപ്പിടിച്ചേക്കാം. നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കൂ. കണ്ടന സാറേ, ആ നായണിച്ച് പോയി നോക്കാടാ. കുറച്ചുകൂടി പേപ്പർ കാണുന്നുണ്ട്. എന്തെങ്കിലും വാർത്ത ഉണ്ടാവില്ലേ? പ്രധാന വാർത്തകൾ. കാഞ്ഞങ്ങാട് കേരളത്തെ കൊള്ളക്കം സൃഷ്ടിച്ച പുതിയ യൂട്യൂബർ. മാരകമായ മന്ത്രരോഗവുമായി ആട്ടിൻകുട്ടി. ഡിവൈഡർ തട്ടി പഞ്ചറായ സൈക്കിൾ. മംഗലാപുരത്ത് പുതിയ ഹൈടെക് കമ്പനി. വാർത്തകൾക്കുണ്ടോ പഞ്ഞി? വീണ്ടും പുതിയ വാർത്തകളുമായി കാണാം. ഞാനാകെ ചമ്മിപ്പോയി. ഒരു ഉപദേശം, ഒരു ശ്ലോകവുമായി ഒരാളിപ്പോൾ വരും. അപ്പോൾ വീണ്ടും കാണും വരെ കണ്ടം കണ്ടനാർ വിട പറയുന്നു. നമസ്കാരം. അപ്പോൾ ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് അത് മൊത്തമായിട്ട് കേൾക്കുന്നതിന് മുമ്പേ പകുതി കേട്ട വാർത്ത വഴി അതിനോട് പ്രതികരിക്കുന്ന ഒച്ചപ്പാടും ബഹളാക്കുന്ന ശീലം നിങ്ങൾക്കായിരിക്കും എനിക്കുണ്ട്. ആകെ ചമ്മലായിരിക്കും. അപ്പോൾ പറയുന്നതെന്ന് മൊത്തം ശരിക്കും കേട്ട് മനസ്സിലാക്കി അതിനുശേഷം പ്രതികരിക്കാൻ നിൽക്കും കേട്ടോ. ശരി എന്നാൽ. അധൃതം ശ്രുത്വാ കിംചിത് വചോ ന കൗതുകേന പ്രതിവചനം ദദീത അവശ്യം ശൃണുയാത് സവിശേഷം സജ്ഞാനാത് പശ്ചാത് അഭിപ്രായം വദേ.